പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SPCL ബോണ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലേണിംഗ് ത്രൂ ഇമാജിനേഷൻ അഥവാ LTI പ്രോഗ്രാമിന്റെ +2 ലെവൽ കെമിസ്ട്രി ക്ലാസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. അതാണ് ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്സ് അഥവാ വോയിഡ്സ്. It is very important. Here we want very good imagination. So നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം സോളിഡില് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. വളരെ തിങ്ങി ഞെരുങ്ങിയാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്യൂബിക്കൽ ആണോ, ടെട്രാഗണൽ ആണോ, ഓർത്തോറോംബിക് ആണോ, മോണോക്ലിനിക് ആണോ, ഇനി ഇഷ്ടിക പോലെയാണോ ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? അതോ നാം നേരത്തെ പറഞ്ഞ ക്യൂബിക്കൽ, ടെട്രാഗണൽ ഇതൊക്കെ യൂണിറ്റ് സെല്ലുകളാണ്. അപ്പൊ യൂണിറ്റ് സെല്ലും പാർട്ടിക്കിളും തമ്മിൽ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ആ എൻറ്റയർ ക്രിസ്റ്റലിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അത്തരത്തിലുള്ള യൂണിറ്റ് സെല്ലുകളിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ഈ പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ടാകാം, ഫേസ് സെന്റേഴ്സിലുണ്ടാകാം, ബോഡി സെന്ററിലുണ്ടാകാം. പക്ഷെ പാർട്ടിക്കിൾസിനെ നമ്മൾ കാണുന്നത് സ്ഫിയേഴ്സ് ആയിട്ടാണ്. സോ ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ കൺസിഡേർഡ് ആസ് സ്ഫിയേഴ്സ്. ഗോളാകൃതിയിലുള്ള ചെറിയ ചെറിയ കണങ്ങളായിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ കാണുന്നത്. അപ്പോൾ സോളിഡ് പാർട്ടിക്കിൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് സോളിഡിലെ പാർട്ടിക്കിൾസ് എല്ലാം ഏത് രൂപത്തിലായിരിക്കും? ബോൾ പോലെ ഉണ്ടാവുക, ഗോളാകൃതിയാണ് ഉണ്ടാവുക, സ്ഫിയേഴ്സ് ആണ്. അപ്പം അത്തരത്തിലുള്ള സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തിങ്ങി ഞെരുങ്ങി ഇരുന്നാൽ പോലും ചിലപ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ടാകും? പാർട്ടിക്കിൾസ് തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകും. ശരിയല്ലേ? കുറെ ലഡു എടുത്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അടുപ്പിച്ച് തിങ്ങി ഞെരുങ്ങി നമ്മൾ ലഡൂസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഒന്നിനും ഇങ്ങനെ ലെയറായിട്ട് മേലേക്ക് നമ്മൾ വെച്ചു. നമ്മൾ കണ്ടതാണ്. HCP CCP ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ലെയേഴ്സ് ഇങ്ങനെ വെച്ചു. അതിന് മേലെ ഡിപ്രഷൻസ് ഉണ്ടായി. അതിന് ആ ഡിപ്രഷൻസിലും പാർട്ടിക്കിൾസ് വെച്ചു. ലെയേഴ്സ് വെച്ചു. ഒരു ലെയർ ലഡു വെച്ചു. അപ്പോൾ അതിൽ ഡിപ്രഷൻസ് ഉണ്ടാകും. അതിലേക്ക് വീണ്ടും അടുത്ത സെക്കൻഡ് ലെയർ വെച്ചു. അതിലും ഡിപ്രഷൻസ് ഉണ്ടാകും. അങ്ങനെ വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലഡുകളുടെ ഇടയ്ക്കൊക്കെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ സോളിഡ്സിലും എന്തുണ്ട്? പാർട്ടിക്കിൾസിനിടയിൽ ഗ്യാപ്സ് ഉണ്ട്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓർ ദ വേക്കൻറ്റ് സൈറ്റ്സ് ഓർ എംപ്റ്റി സ്പേസ് ഇൻ എ ക്രിസ്റ്റൽ ആർ കോൾഡ് വോയിഡ്സ്. വൺസ് അഗൈൻ, ദ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് or the vacant sites or empty space in a crystal are called voids. Clear ആയോ? വോയിഡ്സിൻ്റെ വേറൊരു പേരാണെന്ത്? ഇൻ്റർസ്റ്റിഷ്യൽ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോയിഡ്സും ഇൻ്റർസ്റ്റിഷ്യൽ സൈറ്റ്സും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? വേറൊന്നുമല്ല, സോളിഡിൽ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? ഗ്യാപ്പുണ്ട്, അഥവാ എംപ്റ്റി സ്പേസ് ഉണ്ട്, ശൂന്യ സ്ഥലമുണ്ട്. ഈ ശൂന്യ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന സോളിഡ്സ് 2 ഡയമെൻഷനാണോ 3 ഡയമെൻഷനിലാണോ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കോൺടാക്റ്റിൽ വരുന്നത്, എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്, ഇതൊക്കെ എന്താണ്? 3 ഡയമെൻഷണൽ സോളിഡ്സ് ആണ്. അതിന് നീളവും വീതിയും ഉയരവും ഉണ്ടാവും, ഘനവും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള 3 ഡയമെൻഷണൽ സോളിഡ്സ് ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതൊക്കെ. അത്തരത്തിലുള്ള 3 ഡയമെൻഷണൽ സോളിഡ്സിൽ, 3 ഡയമെൻഷണൽ പാക്കിങ്ങിൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് വോയിഡ്സ്. 2 തരത്തിലുള്ള ഗ്യാപ്സ് ആണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോയിഡ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് 2 ഡയമെൻഷണൽ വോയിഡ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സാധാരണ പഠിക്കാറില്ല. 3 ഡയമെൻഷണൽ വോയിഡ്സിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിരിക്കലും അറിയാൻ വേണ്ടി പറയാം, 2 ഡയമെൻഷണൽ വോയിഡ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ട്രയാങ്കുലർ വോയിഡ്. അപ്പോൾ ട്രയാങ്കുലർ വോയിഡ് 2 ഡയമെൻഷനിലാണ്, നമുക്കത് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 3 ഡയമെൻഷണൽ വോയിഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്ര തരത്തിലുള്ള 3 ഡയമെൻഷണൽ വോയിഡ്സ് ഉണ്ട്? 2 തരത്തിൽ. ദർ ആർ 2 ടൈപ്സ് ഓഫ് 3 ഡയമെൻഷണൽ വോയിഡ്സ്. ഓക്കെ, ടേക്ക് നമ്പർ 1, ദാറ്റ് ഇസ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. സോ യു നോ വാട്ട് ഈസ് ടെട്രാഹെഡ്ര? ടെട്രാഹെഡ്ര എങ്ങനെ ഉണ്ടാവുക? 3 പാർട്ടിക്കിൾസ് ഒരു ലെയറിൽ വെക്കുക. വളരെ സിമ്പിളാണ്. ഒരു ടേബിളിൻ്റെ മേലെ 3 ലഡു എടുത്ത് വെച്ചു, മുട്ടിച്ച് വെച്ചു എന്ന് വിചാരിക്കുക. അതിന് മേലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിപ്രഷൻ കാണുമല്ലോ, ഒരു കുഴി കാണുമല്ലോ. 3 ലഡുവാണ് മുട്ടി നിൽക്കുന്നത്. അതിന് മേലെ ഒരു ലഡു വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 4 ലഡുസായി. ഒരു ലെയറിൽ 3 ലഡു, മേലത്തെ ലെയറിൽ, സെക്കൻഡ് ലെയറിൽ 1 ലഡു. ക്ലിയറായി? ലഡു എന്ന് പറയുന്നതിന് പകരം ബോൾസ് എടുത്താലും മതി. അപ്പോൾ ഏതായാലും ശരി, ആ ലഡു 4 എണ്ണം ചേർന്ന് നിൽക്കുന്നത് മനസ്സിൽ കാണുക. എന്നിട്ട് ഈ 4 എണ്ണത്തിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ വി ഗെറ്റ് എ ടെട്രാഹെഡ്രൺ. അതേ ഷേപ്പ് ആയിരിക്കും ഈ 4 ലഡുകൾ ചേർന്ന് നിൽക്കുമ്പോൾ അവയ്ക്കിടയിലുണ്ടാകുന്ന വോയിഡിൻ്റെ ഷേപ്പും ടെട്രാഹെഡ്രലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടെട്രാഹെഡ്രൽ വോയിഡിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായോ? ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ എത്ര പാർട്ടിക്കിൾസ് വേണം? 4 പാർട്ടിക്കിൾസ് വേണം. അതായത് എ ഹോൾ സറൗണ്ടഡ് ബൈ 4 നിയറസ്റ്റ് നൈബേഴ്സ്. ക്ലിയർ നൗ? എ ഹോൾ, ഒരു ഗ്യാപ്പ്, ഒരു ശൂന്യസ്ഥലം, സറൗണ്ടഡ് ബൈ 4 നിയറസ്റ്റ് നൈബേഴ്സ്, ദാറ്റ് ഈസ്
പാർട്ടിക്കിൾസ് ഇൻ ടെട്രാഹെഡ്രൽ പൊസിഷൻസ്. ക്ലിയർ ആയല്ലോ? ടെട്രാഹെഡ്രനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. മീഥേൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതൊക്കെ ടെട്രാഹെഡ്രലായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെട്രാഹെഡ്രൽ പൊസിഷൻസിലായിരിക്കും എന്തുണ്ടാവുക? പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അപ്പോൾ വാട്ട് ഈസ് എ ടെട്രാഹെഡ്രൽ വോയിഡ്? എ ഹോൾ സറൗണ്ടഡ് ബൈ 4 നിയറസ്റ്റ് നൈബേഴ്സ്, ദാറ്റ് ഈസ് പാർട്ടിക്കിൾസ് ഇൻ ടെട്രാഹെഡ്രൽ പൊസിഷൻസ്. ക്ലിയർ ആയോ? സോ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ചിത്രം എങ്ങനെ ഉണ്ടാവും നോക്കിയേ. കണ്ടല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ട് 3 വരച്ചത് കണ്ടില്ലേ? അത് താഴത്തെ ലെയറാണെന്ന് വിചാരിക്കുക, ആദ്യത്തെ ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അത് മുട്ടി നിൽക്കുന്നിടത്ത് ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ആ യെല്ലോ കളറിലുള്ള ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ? യെല്ലോ കളറിലുള്ള സർക്കിൾ എവിടെയാണ് ഉണ്ടാവുക? 3 വെച്ചിരിക്കുന്ന ആദ്യത്തെ ലെയറിൻ്റെ മേലെയാണ് ഉണ്ടാവുക. അത് ഓർത്താൽ മതി. ഇനി 4 സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു അപ്പെക്സിൽ നിന്ന്, ഒരു കോർണറിൽ നിന്ന് മേലേക്കുള്ള ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 3 വരകൾ പോകുന്ന പോലെ കണ്ടല്ലോ? കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വോയിഡ് ഏത് ഷേപ്പ് ആയിരിക്കും? ടെട്രാഹെഡ്രൽ വോയിഡ് ആയിരിക്കും. അതതിൻ്റെ നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. നമ്മൾ ആ കാണുന്ന ടെട്രാഹെഡ്രൽ വോയിഡിൽ പാർട്ടിക്കിൾസ് മുട്ടി നിൽക്കുന്നതിൻ്റെ പാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന വോയിഡ് ഏത് ഷേപ്പ് ആയിരിക്കും? ടെട്രാഹെഡ്രൽ വോയിഡ് ആയിരിക്കും. അപ്പോൾ ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ എത്ര പാർട്ടിക്കിൾസ് വേണം? 4 പാർട്ടിക്കിൾസ് വേണം. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ടെട്രാഹെഡ്ര എന്ന് പറയുന്നത് ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു ക്യൂബിക്കൽ ഫോമിലുള്ള ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു ടെട്രാഹെഡ്രൺ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. 3 പാർട്ടിക്കിൾസ് നോക്കൂ, കോർണേഴ്സിലാണുള്ളത്. 3 പാർട്ടിക്കിൾസ് താഴത്തെ അതിൻ്റെ ബേസിൽ, ടെട്രാഹെഡ്രൻ്റെ ബേസിൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട്, അപ്പെക്സിൽ ഒരു പാർട്ടിക്കിൾ. അപ്പം 4 കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാപ്പ് ഏതായിരിക്കും? ടെട്രാഹെഡ്രൽ വോയിഡ് ആയിരിക്കും. ഓക്കെ. ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓരോ ക്യൂബിലും ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സെക്കൻഡ് ടൈപ്പ് ഓഫ് വോയിഡ്സ്, വാട്ട് ഇസ് ദാറ്റ്? ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. എന്തായിരിക്കും ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഒക്ടാഹെഡ്രൻ ഓർമ്മ വന്നോ? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചില്ലേ? sp3d2 ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന ഒരു മോളിക്യൂൾ ഏതത്? SF6. ഓർമ്മയുണ്ടാവും. ആ SF6ൻ്റെ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിൻ്റെ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ഓർത്തിരിക്കുക. അതുപോലെ ആയിരിക്കും ഇവിടുത്തെ വോയിഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് വേണം ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യണമെങ്കിൽ മനസ്സിലായോ? SF6. കണ്ടോ? 6 ഫ്ലൂറിൻ ആറ്റംസ് ആണ് സൾഫറിന് ചുറ്റും വന്നിരുന്നത്. അതുപോലെ ഇവിടെ 6 പാർട്ടിക്കിൾസ് ആർ നെസസറി ടു ഫോം ആൻ ഒക്ടാഹെഡ്രൽ വോയിഡ്. The void formed by 6 spheres in octahedral positions. The void formed by, or the gap formed by 6 spheres in octahedral positions. That is called octahedral voids. നോക്കിയേ, 3 പാർട്ടിക്കിൾസ് ഒരു ലെയറിൽ വെക്കുക, 3 പാർട്ടിക്കിൾസ് റിവേഴ്സ് മാനറിൽ അതിൻ്റെ മേലെ വെക്കുക. ഏത് പോലെയെന്നറിയോ? നമ്മൾ CCP പഠിച്ച സമയത്ത് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും തമ്മിൽ റിലേഷൻ ഓർമ്മയില്ലേ? അതുപോലെ സെക്കൻഡ് ലെയറിൽ 3 പാർട്ടിക്കിൾസ് ആയിരുന്നു CCPയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിവേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ തേർഡ് ലെയറിൽ വെച്ചത്. സെക്കൻഡ് ലെയറിൽ 3 പാർട്ടിക്കിൾസിൻ്റെ റിവേഴ്സാണ് തേർഡ് ലെയറിൽ വരുന്നത്. അതുപോലെ ഇവിടെ ഒന്നാമത്തെ ലെയറിൽ 3 പാർട്ടിക്കിൾസ് വെക്കുക, അതിൻ്റെ റിവേഴ്സ് ആക്കിയിട്ട് ട്രയാങ്കിൾ തിരിച്ചിടുക. അതുപോലെ റിവേഴ്സ് ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ 6 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനിടയിൽ ഫോം ചെയ്യുന്ന വോയിഡ് ഇതുപോലെ ഉണ്ടായിരിക്കും. എങ്ങനെ? കണ്ടോ? ഒക്ടാഹെഡ്രൺ. കണ്ടല്ലോ? എന്താണ് ഒക്ടാഹെഡ്രൺ? നോക്കിയേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 പാർട്ടിക്കിൾസ് ഒരു മാനറിലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 3 പാർട്ടിക്കിൾസ് വരുന്നത്. കണ്ടല്ലോ? ഓക്കെ. അതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നോക്കിയേ, ഒരു FCC ക്രിസ്റ്റലാണ്. FCC ഈസ് നത്തിങ് ബട്ട് CCP, അങ്ങനെയുള്ള ഒരു FCC ക്രിസ്റ്റലിൽ എങ്ങനെയാണ് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നത്? അത് ആ ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിനെ മാത്രം ഉപയോഗിച്ചിട്ടല്ല, തൊട്ടടുത്തുള്ള യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസും കൂടിയിട്ടാണ് ആ ഒക്ടാഹെഡ്രൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡിനെ പറ്റി പഠിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ എത്ര പാർട്ടിക്കിൾസ് വേണം? 4 പാർട്ടിക്കിൾസ് വേണം. 4 particles can form a tetrahedral void and 6 particles are necessary to form an octahedral void. Clear now? ഇനി നമ്മൾ കാണുന്നത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിൽ എത്ര വോയിഡ്സ് ഉണ്ടാകും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലംസ് വരാറുണ്ട് ഇവിടെ സാധാരണ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. നോക്കിയേ, ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഈസ് n, ക്യാപിറ്റൽ N, ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഈക്വൽ ടു 2n. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു ക്ലോസ് പാക്ഡ് സിസ്റ്റത്തിൽ, സ്ട്രക്ചറിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ n പാർട്ടിക്കിൾസിന് എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ കഴിയും? 2n ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, FCCയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? F ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. FCCയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ 4 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്?
2n അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 4 പാർട്ടിക്കിൾസ് നമ്മളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ? 2n. n ഉണ്ടെങ്കിൽ 2n ആയിരിക്കും. ഇപ്പോൾ നമ്മളിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 × 4 എത്ര വരിക? 8 വരും. അപ്പോൾ 8 ടെട്രാഹൈഡ്രൽ വോയിഡ്സ് ആണ് എന്തിൽ പോസിബിലിറ്റി ഉള്ളത്? FCCയിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മളുടെ റിലേഷനാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മളെ ബന്ധം കണ്ടു. അതുപോലെ ഒക്ടാഹെഡ്രൽ വോയിഡും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മളെ റിലേഷനാണ് പറയാൻ പോകുന്നത്. n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്ര തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുക. ഇഫ് n പാർട്ടിക്കിൾസ് ആർ ദർ ഇൻ എ യൂണിറ്റ് സെൽ, then the number of octahedral voids also equal to n. That means if n is the number of particles, number of octahedral voids is equal to n. Clear now? രണ്ടും സെയിം ആയിരിക്കും. ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെയും പാർട്ടിക്കിൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഡബിൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫോർ എവറി പാർട്ടിക്കിൾ ദർ ആർ 2 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് 1 octahedral void ആർ പോസിബിൾ. വൺസ് അഗൈൻ, ഫോർ എവരി പാർട്ടിക്കിൾ, ഒരു ക്രിസ്റ്റലിലെ ഏതൊരു പാർട്ടിക്കിളിനും എത്ര ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ പോസിബിലിറ്റി ഉണ്ട്? 2 ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ 1 octahedral വോയിഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഏതൊരു പാർട്ടിക്കിളിനും, ഒരു യൂണിറ്റ് സെല്ലിലെ ഏതൊരു പാർട്ടിക്കിളിനും ഇത്തരത്തിലുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, ഇനി ടെട്രാഹെഡ്രൽ വോയിഡ് ആണോ ഒക്ടാഹെഡ്രൽ വോയിഡ് ആണോ ചെറുത്? ഏതായിരിക്കും ചെറുത്? ടെട്രാഹെഡ്രൽ വോയിഡ്. എന്താ കാരണം? ടെട്രാഹെഡ്രൽ വോയിഡ് 4 പാർട്ടിക്കിൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഇപ്പോൾ 3 എണ്ണം വെച്ചു, അതിൻ്റെ മേലെ 1 വെച്ചു, അതിനിടയിൽ ഒരു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പോൾ 6 പാർട്ടിക്കിൾസാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ തരത്തിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് നമുക്ക് വേണേൽ കാണാം. അതായത് ഒരു ലെയറിൽ 4 പാർട്ടിക്കിൾസ് സ്ക്വയർ പോലെ മുട്ടിച്ച് വെക്കുക. അപ്പോൾ 4 ലഡു എടുത്തു, ഒരു ടേബിളിൻ്റെ മേലെ വെച്ചു, അങ്ങനെ ഒരു സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിൻ്റെ ഓരോ കോർണറിൽ നമ്മൾ 4 ലഡു വെച്ചു, മുട്ടിച്ച് വെച്ചു. മേലേന്ന് ഒരു ഡിപ്രഷൻ നമുക്ക് കാണാം. അതുപോലെ പോസിബിൾ ആണെങ്കിൽ താഴേന്ന് നമുക്ക് കാണാം അല്ലേ? ആ ടേബിൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നമുക്ക് താഴേന്ന് പറഞ്ഞ് നോക്കിയാൽ കാണാം ഒരു ഡിപ്രഷൻ, കുഴി. അപ്പോൾ മേലത്തെ ഡിപ്രഷനിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ വെച്ചു, അതേപോലെ താഴത്തെ ഡിപ്രഷനിൽ ഒരു പാർട്ടിക്കിൾ വെക്കാം. അങ്ങനെ വെക്കാമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോർണേഴ്സ് ജോയിൻ ചെയ്യും. 6 കോർണേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഒക്ടാഹെഡ്രൺ. മേലേക്ക് നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് കിട്ടും, താഴേക്കും ഒരു സ്ക്വയർ പിരമിഡ് കിട്ടും. അതാണല്ലോ ഒക്ടാഹെഡ്രൺ എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിനേക്കാൾ വലുതായിരിക്കും ഏത്? ഒക്ടാഹെഡ്രൽ വോയിഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി അവിടെ വളരെ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. എന്തെന്നറിയാം? നോക്കൂ, വോയിഡ് ഫോം ചെയ്യുന്നത് ആനയോൺസ് ആണെന്ന് വിചാരിക്കുക. ആനയോൺസ് ആണ് വോയിഡ് ഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. വോയിഡ് ഫോം ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്നിരിക്കട്ടെ, വോയിഡിൻ്റെ റേഡിയസ് സ്മോൾ r ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ റേഡിയസ് റേഷ്യോ, that is small r by capital R. That is radius ratio is equal to radius of the void divided by radius of the particle which can form the void. Clear ആയോ? അതായത് വോയിഡിൻ്റെ റേഡിയസ് സ്മോൾ ആറും വോയിഡ് ഫോം ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ആണെങ്കിൽ R/R എന്ന് പറയുന്ന ഒരു ടേം നമുക്കവിടെ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് റേഷ്യോ. അത് എത്രയായിരിക്കും ടെട്രാഹെഡ്രൽ വോയിഡ് എന്നറിയോ? 0.225 ആയിരിക്കും. മെമ്മറിയിലിരിക്കട്ടെ, എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. സോ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് റേഷ്യോ എത്രയായിരിക്കും? 0.225. അങ്ങനെയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ റേഡിയസ് റേഷ്യോ എത്രയായിരിക്കും? ഇതേപോലെ പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. എത്രയത്? 0.414. അപ്പം മനസ്സിലായോ ഏതാ വലിയത്? വലിയ വോയിഡ് ഒക്ടാഹെഡ്രൽ വോയിഡാണ് വലിയ വോയിഡ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡാണ് സ്മോളർ 1, ഒക്ടാഹെഡ്രൽ വോയിഡ് ടെട്രാഹെഡ്രൽ വോയിഡിനേക്കാൾ വലുതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, നമുക്കിപ്പോഴറിയാം ഒരു പാർട്ടിക്കിൾ എപ്പോഴും 2 ടെട്രാഹെഡ്രൽ വോയിഡുമായിട്ടും 1 ഒക്ടാഹെഡ്രൽ വോയിഡുമായിട്ടുമാണ് കണക്റ്റഡ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വോയിഡ്സും മോളിക്യൂളിൻ്റെ അഥവാ കോമ്പൗണ്ടിൻ്റെ ഫോമുലയും തമ്മിലൊന്ന് റിലേറ്റ് ചെയ്താലോ? നോക്കാം. അത് നല്ല ഒരു ക്വസ്റ്റ്യനാണ്, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്നത് അയോണിക് സോളിഡ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കണമൊക്കെ അയോണിക് സോളിഡ്സ് ആണ് മെയിനായിട്ട്. നമ്മളിനിപ്പോൾ കോവാലൻറ്റും മോളിക്കുലാറും മെറ്റാലിക് തൽക്കാലം പറയുന്നില്ല, നമ്മൾ പഠിക്കുന്ന അയോണിക് സോളിഡ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ NaCl പോലത്തെ കാറ്റയോണോ ആനയോണുമുള്ള അയോണിക് സോളിഡ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അത്തരം കേസുകളിൽ ആനയോൺസ് ആണ് എന്തുണ്ടാക്കുന്നത്? ക്ലോസ് പാക്കിംഗ് ഉണ്ടാക്കുക. ആനയോൺസ് ഫോം ദി ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആൻഡ് കാറ്റയോൺസ് ഒക്യുപ്പൈ ദ വോയിഡ്. അതാണ് സാധാരണ നമ്മൾ ഈ അയോണിക് സോളിഡ്സിൽ കാണുന്ന ട്രെൻഡ്. അപ്പോൾ അയോണിക് സോളിഡ്സിൻ്റെ പ്രത്യേക ട്രെൻഡാണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നന്നായിട്ട് ഓർമ്മയിരിക്കണം, മറന്നു പോയത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയാം. അയോണിക് സോളിഡ്സിൽ കാറ്റയോൺസും ആനയോൺസുമുള്ള അയോണിക് സോളിഡ്സിൽ വോയിഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ആനയോൺസ് ആണ്. ആനയോൺസ് ക്യാൻ ഫോം ദ വോയിഡ് ആൻഡ് കാറ്റയോൺസ് ക്യാൻ ഒക്യുപ്പൈ ദ വോയിഡ്. വൺസ് അഗൈൻ, ആനയോൺസ് ആർ ഫോമിംഗ് ദ വോയിഡ് or close packed structures and cations can occupy the
വോയിഡ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ആനയോൺസ് പി ആണ്, ആനയോൺസ് പി, കാറ്റയോൺസ് ക്യൂ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പിയും ക്യൂവും കൂടി ചേർന്നിരിക്കുന്ന ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോമുലയാണ് നിങ്ങൾ പറയേണ്ടി വരിക. അതിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ ആനയോൺസ് പി ആണെന്ന് വിചാരിക്കുക. ഈ ആനയോൺസ് പി ഫോം CCP സ്ട്രക്ചർ. CCP യുനോ HCP ആൻഡ് CCP ഓർമ്മയുണ്ടല്ലോ. CCP സ്ട്രക്ചർ. CCP ഇസ് നത്തിങ് ബട്ട് വാട്ട് FCC ഓർമ്മ വേണേ. ഓക്കെ, അപ്പോൾ CCP സ്ട്രക്ചർ ഫോം ചെയ്യുന്നു ആര്? പി, അത് ആനയോണാണ്. ഇനി ആൻഡ് കാറ്റയോൺസ് ക്യൂ ഒക്യുപ്പൈ ഹാഫ് ഓഫ് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. കണ്ടല്ലോ, ഹാഫ് ഓഫ് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. പകുതി ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ് ആരുണ്ടാവുക? ക്യൂ ഉണ്ടാവുക. ഗിവ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്. ഈ അയോണിക് കോമ്പൗണ്ടിൻ്റെ തന്മാത്രാവാക്യം പറയുക, മോളിക്കുലർ ഫോർമുല പറയുക. വളരെ സിമ്പിളാണ്, നോക്കാം നമുക്ക്. ഇപ്പോഴും ഇവിടെ പിയും ക്യൂവും ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ല, ചിലപ്പം എക്സോ വൈയോ ഒക്കെ ആകാം. അപ്പം അങ്ങനെയൊക്കെ വരാം. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊന്ന് പറയാമോ? ആലോചിച്ച് നോക്കിയേ. ആനയോൺസ് പി ആണ് അതെവിടെയുള്ളത്? FCCയിലാണുള്ളത്, ശരിയല്ലേ? ആ FCCയിലുള്ളപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? പിയുടെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും? 4 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ശരിയല്ലേ? പിയുടെ 4 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി ക്യൂ എവിടെയാണ്? ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ പകുതിയേ ഉള്ളൂ ക്യൂ. എല്ലാ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലും ഉണ്ടോ? ഇല്ല, പകുതി ഒക്ടാഹെഡ്രൽ വോയിഡ്സിലെ ക്യൂ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണ് ഫോം ചെയ്യാൻ കഴിയുക? പിക്ക് എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഫോം ചെയ്യാൻ കഴിയും? ഒരു പാർട്ടിക്കിളിന് എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ കഴിയും? ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ്, അല്ലേ? ഇഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു n, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഈക്വൽ ടു n. ക്ലിയർ നൗ? n ആയിരിക്കും. ആനയോൺസ് പി ഫോം CCP സ്ട്രക്ചർ മീൻസ് എത്ര പി ഉണ്ടായിരിക്കും? 4 പി ഉണ്ടായിരിക്കും, അല്ലേ? പി ആനയോൺസിൻ്റെ എണ്ണപ്പം എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യും? 4 ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യും. അതിലൊക്കെ ക്യൂ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എത്രയേ ഉള്ളൂ? അതിൻ്റെ പകുതിയിലേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ൻ്റെ പകുതി എത്രയാണ്? 2 ആണ്, അല്ലേ? അപ്പോൾ ക്യൂവിൻ്റെ എണ്ണം എത്രയായിരിക്കും? 2 ആയിരിക്കും. പിൻ്റെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ P4 Q2. അപ്പോൾ ഇവിടെ ആനയോൺസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 4 വരും. കാറ്റയോൺസിൻ്റെ എണ്ണം 2 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല പറഞ്ഞൂടെ? എങ്ങനെ വരും? P4 Q2. ഓക്കെ, ഇനി ഒരു അസൈൻമെൻ്റ് ആണ്. B ഫോം HCP ലാറ്റിസ് ആൻഡ് A occupy 2/3 of tetrahedral voids. Simple. Once again, B form HCP lattice and A occupy 2/3 of tetrahedral voids. ഇവിടെ ടെട്രാഹെഡ്രൽ വോയിഡ് ആണ് തരുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡാണ് കണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ എലമെൻറ്റ്സ് A ആൻഡ് B. എയും ബിയും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല പറയുക. ഓക്കെ, if any doubt, you contact me. So we will meet again. Thank you for your cooperation. Wait for the next video. Thank you.